നിങ്ങൾ നോക്കൂ, ഉമ്മാനെ വരെ തരം താഴ്ത്തി തങ്ങന്മാരെ ഔലിയാക്കൾ. എന്തിന്? ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ ഉമ്മാനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ പിന്നെ തരേണ്ടതില്ലല്ലോ. നിങ്ങളന്ന് കേട്ടു നോക്കി. കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ കേട്ടു നോക്ക്. നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട്. ഉമ്മാനെ കൊണ്ട് വീട് കൂടിയിരിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, ഉമ്മാനെ കൊണ്ട് കുറ്റിയടിപ്പിക്കുക. ഇത് പുതിയൊരു റിസർച്ചിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംവിധാനമാണ്. സത്യത്തിൽ ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഉമ്മയ്ക്ക് പ്രത്യേകത വരുന്നത്, എൻ്റെ ഉമ്മയ്ക്ക് എനിക്ക് പ്രത്യേകത, അത് ഉമ്മ ഞാൻ ബഹുമാനിക്കണം എന്ന്. എൻ്റെ ഉമ്മയെ ഞാൻ ബഹുമാനിക്കണം. ഞാനൊരു മകനായിരിക്കും, എൻ്റെ ഉമ്മയെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. അത് എൻ്റെ ഒരു കടമയാണ്. പക്ഷെ എൻ്റെ ഉമ്മ എന്നൊരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. പക്ഷെ തങ്ങന്മാർ അങ്ങനെയല്ല. അവർ പ്രത്യേകതയുള്ളവരാണ്. തങ്ങന്മാർ പ്രത്യേകതയുള്ളവരാണ്. അവർ ജന്മനാ ബറക്കത്തുള്ള ആളുകളാണ്. അവരുടെ രക്തത്തിൽ അള്ളാഹിന്റെ ഹബീബിന്റെ രക്തമാണ് അവിടെ ഒഴുകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളാണ് അവർ. നമ്മുടെ ഭാര്യ ഉമ്മയാണ്. പക്ഷെ നമ്മൾ ഭാര്യയെ ഏതെങ്കിലും ഒരു ഷോപ്പ് കൊണ്ടിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. നീ ചെയ്യുന്ന പറഞ്ഞിട്ട് ഇതേ ഭാര്യ മക്കളുടെ ഉമ്മയാണ്. മക്കൾക്ക് ഭാര്യ റെസ്പെക്ട് ചെയ്യണം, മക്കൾ ഭാര്യ റെസ്പെക്ട് ചെയ്യണം എന്ന് വെച്ചിട്ട് വീട് കൂടിയിരിക്കുന്നത് ഉമ്മ അവിടെ നിന്ന് എവിടെ ഇല്ല. ഉമ്മ ഉദ്ഘാടനം ചെയ്യുന്നത് വർക്കത്തുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഉമ്മ കുറ്റിച്ചുണ്ടോ വീട്ടിൽ വർക്കത്തുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഉദ്ഘാടനം ചെയ്യേണ്ടത് സയ്യിദന്മാരാണ്. വീട് കുടിയിരിക്കേണ്ടത് തുറക്കേണ്ടത് ഉസ്താദുമാരാണ്, അത് തങ്ങളാണ്. കുറ്റടിക്കേണ്ടത് തങ്ങളാണ്. അല്ലെങ്കിൽ നല്ല ഉഖ്റവിയായ ആലിമീങ്ങൾ വർക്കത്തുള്ളവരാണ്. തങ്ങന്മാർക്ക് കുടിയിരിക്കുമ്പോൾ ഉമ്മാനെ അടുത്ത് ചോദിച്ചു, ഉമ്മാനെ പരിഗണിക്കണം നമ്മൾ. ഇത് തങ്ങന്മാർക്ക് പൈസ കൊടുക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചിന്റെ ഭാഗമാണ് ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ തങ്ങളൊക്കെ വിളിച്ചാൽ 10,000 കൊടുക്കേണ്ടി വരും. ഉമ്മാകുമ്പോൾ ഉമ്മാനോടുള്ള സ്നേഹ നാട്ടുകാർ ഗാനം ചെയ്യുന്ന പൈസ കൊടുക്കണ്ട. അതിനുവേണ്ടി ഉണ്ടാക്കിയ പുതിയൊരു റിസർച്ചാണ് ഈ ഉമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. ഞാൻ പറയുന്നത് ഉമ്മ എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതയില്ല. പക്ഷേ മക്കൾ ഉമ്മാനെ റെസ്പെക്ട് ചെയ്യണം. ദിലുല്ലാഹി ഫീ ദിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ പൊരുത്തുണ്ടെങ്കിൽ അള്ളാഹിന്റെ പൊരുത്തുണ്ടാവുള്ളൂ. മാതാപിതാക്കളുടെ കോപമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെയും കോപം ഉണ്ടാകും. അപ്പോൾ മാതാവിനെ റെസ്പെക്ട് ചെയ്യുക, മാതാവിനെ ബഹുമാനിക്കുക എന്നതിനപ്പുറം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, കുറ്റടിപ്പിക്കുക എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവരെ നമ്മൾ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദ്ഘാടനം ചെയ്യാൻ അതിൻ്റെതായ അർഹരായ ആളുകൾ ഉണ്ടാവണം. ആലോചിച്ചോണേ. അതിനയാൾ പറയുന്നതാണ്, തങ്ങന്മാരെയും വരെ ഒക്കെ വിളിച്ചതാക്കണവർക്ക് പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. നേരെ മറിച്ച് ഖുർആൻ എന്താ പറയുന്നത്? ഖുർആൻ പറയുന്നത്, നബിയെ ഞാൻ ലോകത്ത് അഹഖു ബി ഹുസ്നി സ്വഹാബ, ഏറ്റവും വലിയ കടപ്പാട് ആരോടാ? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. സുമ്മമൻ ഉമ്മുക്ക, സുമ്മമൻ ഉമ്മുക്ക എന്നാണ്. എന്തിനാ ജുറൈജിന്റെ ഉമ്മ ശപിച്ചിട്ടാ ശാപേറ്റ് വാങ്ങിയത്? നിങ്ങൾ നോക്കൂ, ഉവൈസുൽ ഖർണിയുടെ ദുആ അല്ലാഹ് കബൂൽ ചെയ്യും. എന്താ? ഉമ്മാക്ക് അത്രമേൽ ഖിദ്മത്തെടുത്ത അബ്ദുല്ലാഹിബ്നു ഉമറക് തഹജ്ജുദ് പോലും നിസ്കരിക്കാതെ ഉമ്മാന്റെ കാല് കഴുകിയത്. അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്നതിനേക്കാൾ കൂലി കിട്ടും എനിക്ക് വേണ്ടി ജീവിച്ച എന്റെ ഉമ്മാന്റെ ദുർബലമായ കാലിന്റെ വേദന തടവിക്കൊടുക്കുന്നതിന് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ചരിത്രം ഉമ്മ എന്ന വലിയ അധ്യായത്തെ നിന്ദിച്ചു. എന്തിന്? ഉദ്ഘാടനം ഉമ്മയിലേക്ക് നീങ്ങിയാൽ പിട്ടടിക്കാൻ പറ്റില്ല. അല്ലെ യൗകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. ഈ മൊയ്ലിയാരെ ഉമ്മ കാണൂലേ? ഇനിയാളുടെ ഉമ്മ ജീവിച്ചിരിപ്പില്ലേ എനിക്കറിയില്ല. എന്തിനാ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ? ഉമ്മ ഉദ്ഘാടിച്ചാൽ, ഉമ്മ കുറ്റിയടിച്ചാൽ, ഉമ്മ ബിൽഡിംഗ് ഉദ്ഘാടിച്ചാൽ ഒന്നും ഒരു പ്രതിഫലം അല്ല. ഉമ്മ ചെയ്ത മൊയ്ലിയന്മാർക്ക് വൈശട്ടൂലല്ലോ. പണത്തിന് വേണ്ടി എന്ത് ബിദ്അത്തും എന്ത് കുഫറും എന്ത് ശിർക്കും ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ.